KPCCയുടെ മഹാപഞ്ചായത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. അതുകൊണ്ട് രണ്ട് ഗുണമാണ് ഉണ്ടായത്. ബംഗാളിൽ നിന്നുള്ളൊരു കുട്ടി ഹിന്ദിയിലൊരു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു. കോൺഗ്രസ്സുകാരെല്ലാം കൂടി കുട്ടിയെ പിടിച്ച് മാറ്റി ഹിന്ദിയിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടെന്ന് തീരുമാനിച്ചു. ബംഗാളിൽ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ എന്നോ മറ്റോ ആണ് കുട്ടി ചോദിച്ചത്. കമ്മ്യൂണിസം കാരണമാണ് മോനെ എന്ന് മറുപടി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് പറഞ്ഞില്ല. രണ്ടാമത്, ഇപ്പോൾ ശശി തരൂർ ആ മഹാപഞ്ചായത്തിൽ അറിയിക്കുന്ന സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഉടക്കി നിൽക്കുകയാണ്. മഹാപഞ്ചായത്തിൽ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പത്തെ പൈലറ്റ് പ്രസംഗനാക്കി ഇടിച്ച് താഴ്ത്തി. രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഒന്നും പറയാനായിട്ട് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അറിയിക്കുന്ന സ്ഥാനം കൊടുത്തില്ല. അതിലുള്ള രോഷം അദ്ദേഹം കേരളത്തിലേക്ക് ഉള്ള പ്രതിനിധി ദീപാദാസ് മുൻഷിയോട്, KC വേണുഗോപാലിനോട് ഒക്കെ പങ്കുവെക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അവിടെ ആ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞു. കോൺഗ്രസ്സുകാരുടെ KK മുരളീധരൻ, KC വേണുഗോപാൽ ഒക്കെ പേര് പറഞ്ഞു. ശശി തരൂരിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ ശശി തരൂർ ഇയാൾ മനഃപൂർവ്വം ഇകഴ്ത്തുന്നതാണ്. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് കുടുംബമായിട്ട്, നെഹ്റു കുടുംബം എന്നറിയപ്പെടുന്ന ഗാന്ധി കുടുംബവും ഒക്കെ ആയിട്ട് അകന്ന് നിൽക്കുകയാണെന്നുള്ളതുകൊണ്ട് പേര് മനഃപൂർവ്വം പറയാത്തതായിരിക്കാം. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളിൽ ശശി തരൂരിന് സങ്കടം വന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഡൽഹിയിലെ AICC വിളിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കോഴിക്കോട് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതനുസരിച്ചിട്ടുള്ള പ്രാധാന്യമോ പദവിയോ മഹാപഞ്ചായത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇനി മാഷെ, എന്താണ് ശശി തരൂരിൻ്റെ മുമ്പിലുള്ള വഴി? കാരണം അദ്ദേഹം ഇടയ്ക്കൊന്ന് അടുത്തു തുടങ്ങിയതായിരുന്നു. വീണ്ടും അകന്നു പോകാനുള്ള വഴി കോൺഗ്രസ് തന്നെ ഒരുക്കിയിരിക്കുന്നു. തരൂരിൻ്റെ മുമ്പിൽ ഇനിയുള്ള വഴി എന്താണ്? എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സാർ ഏറ്റവും ഒടുവിലത്തെ തരൂരിൻ്റെ മൂവ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ശശി തരൂര് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ്. നല്ല തീരുമാനമാണ്. ഒന്ന്, KLF പോലെ ഒരു സാഹിത്യോത്സവത്തിൽ, ഇവിടെ മാത്രമല്ല ഭോപ്പാലിൽ, ഇന്ത്യയിലും പുറത്തുമുള്ള പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങൾക്കൊക്കെ ക്ഷണിക്കപ്പെടുന്ന ചരിത്രത്തിലെ ഒരേ ഒരു കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ AICC കമ്മിറ്റിയിൽ ആര് പോയാലും കേരളത്തിൽ നിന്ന് എല്ലാവർക്കും പോകാം. KLFന് പോകാവുന്ന ഒരാളെ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശശി തരൂരിന് ഇടക്കാലത്തുണ്ടായിരുന്ന സാധ്യതകളൊക്കെ, അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന സാധ്യതകളൊക്കെ ഏതാണ്ട് അടഞ്ഞു പോവുകയും ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയ മോഹങ്ങളോ വ്യാമോഹങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരികയും. NDTVയുടെ സർവേയിൽ ശശി തരൂര് VD സതീശന്റെ താഴെയാണ്. ജനപ്രീതിയിലും ഇടിച്ചിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ കോൺഗ്രസിന് അദ്ദേഹത്തെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. AICCക്കാണ് പറ്റിയിരുന്നത്. അവരോടാണെങ്കിൽ അദ്ദേഹം വളരെ വൈകാതെ തന്നെ ഉടക്കി തുടങ്ങുകയും ചെയ്തു. പിന്നെ കോൺഗ്രസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം വളരെ കറക്റ്റാണ്. അദ്ദേഹത്തെ പോലെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള, അങ്ങനെ ഒരു എഴുത്തുകാരന്, ഇത്രയേറെ സാധ്യതകളുള്ള, വലിയ ആകാശമുള്ള, വലിയ വിധാനമുള്ള ഒരു എഴുത്തുകാരന് ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടിക്ക് പറ്റുമെങ്കിൽ കോൺഗ്രസിനെ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചേർന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. മറ്റൊരു പാർട്ടിക്കും ഇന്ത്യയിൽ സാധ്യമല്ല. മറ്റു പാർട്ടികൾക്കൊക്കെ പൊതുവെ കാഡർ സ്വഭാവമുണ്ട്. ഇവർ ഡെമോക്രാറ്റിക് ആണെന്ന് പറയും, നമ്മളതിനെ ഗ്രൂപ്പിസ്റ്റ് എന്ന് വിളിക്കും. എന്തായാലും ആരെയും ഉൾക്കൊള്ളാവുന്ന ഒരു മനസ്സ് കോൺഗ്രസിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു ആ പരീക്ഷണം അവസാനിക്കുകയും ഇടക്കാലത്ത് വന്നിരുന്നൊരു ചിന്ത, അദ്ദേഹം BJPയുടെ കൂടെ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് ഏറ്റെടുത്ത സമയത്ത് ഓപ്പറേഷൻ എന്തായിരുന്നു, സിന്ദൂർ, നമ്മുടെ സിന്ദൂർ ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് ഏറ്റെടുത്ത സമയത്ത് രാജ്യത്തിന് വേണ്ടി പൊരുതാൻ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് ലോക്സഭാ ടേം തീരുന്നത് വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ പോലും ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ചേരുമായിരുന്നെങ്കിൽ ചേരേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു സ്വപ്നം, അത് അവശേഷിക്കുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം ആരോടോ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചു. അത് കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആകർഷകമായ ഒരു പദവിയാണ്. അതിലേക്ക് കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കാൻ പോകുന്നില്ല.
BJPക്ക് ആണെങ്കിൽ സമീപകാലത്തൊന്നും സാധ്യതയുമില്ല. അതോടുകൂടി അദ്ദേഹം ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു എന്നും ഇപ്പൊ പറഞ്ഞത് വെച്ച് എനിക്ക് പറയാൻ തോന്നുന്നത് അദ്ദേഹത്തിന്റെ ശരിയായ തട്ടകത്തിലേക്ക്. അപ്പോഴും അവശേഷിക്കുന്ന ചില അടയാളങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നെഹ്റു കുടുംബത്തെക്കുറിച്ച് ഏറ്റവും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിച്ചൊരു എഴുത്തുകാരനാണ് ശശി തരൂർ. സാക്ഷാൽ നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും എഴുതിയും പറഞ്ഞു മോശമല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിച്ച ക്രെഡിറ്റും ശശി തരൂരിന്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും സഹകരിക്കേണ്ട നേരത്ത് ക്രിയാത്മകമായി സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു നല്ല രാഷ്ട്രീയ ഇമേജോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തെ സർഗാത്മക ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ, ഇനി അത് തള്ളിക്കളയാൻ പറ്റില്ല, കോൺഗ്രസ് അദ്ദേഹത്തിന് നേമത്ത് പരിഗണിച്ചിരുന്നു എന്നാണ് കേട്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരുമായിട്ടുള്ള ഒരു മത്സരം നേമത്ത്, നമുക്കൊരു തീപാറുന്ന മത്സരം, BJPക്ക് വലിയ സാധ്യതയൊക്കെയുള്ള, കാരണം 3ാം സ്ഥാനത്തായിരുന്നല്ലോ കോൺഗ്രസ് ഇപ്പോൾ പരമാവധി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണല്ലോ അവരുടെ വിഷൻ. എന്നാലല്ലേ അധികാരത്തിലേറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നേമത്ത് ശശി തരൂരിനെ നിർത്തി ജയിപ്പിക്കുക എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ ചിലപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി നേമത്ത് നിർത്തുക എന്ന ആളുകൾക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം അപ്പം നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ലേ? കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ രീതിയിലായി എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. മനഃപൂർവ്വമായിരിക്കുമോ ഈ ചവിട്ടിത്താഴത്തില് മഹാപഞ്ചായത്തിലെ? അത് നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ കാണുന്ന സമയത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി വരുന്ന സമയത്തും അത് മനഃപൂർവ്വം തന്നെയാണെന്ന് തോന്നലല്ലേ നമുക്കുണ്ടാക്കും. കാരണം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഒരു പൈലറ്റ് പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാറുള്ളതാണ്. ഇന്ദിരാഗാന്ധി വരുന്നത് വരെ 2 മണിക്കൂർ TH മുസ്തഫ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ TH മുസ്തഫയുടെ ഒരു നിലവാരത്തിലാണ് കാണുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ പ്രസംഗിച്ചു കടലാസ് തരും, നേതാവ് ഇന്ന സ്ഥലത്ത് വരെ എത്തിയിട്ടുള്ളൂ, വരുന്നവരെ തുടരുക എന്ന് പറയുന്ന രീതി. അപ്പം അങ്ങനെ ഉള്ള ഒരാളാക്കി ശശി തരൂരിനെ മാറ്റിയാൽ ശശി തരൂരിന് അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരാളാണ്. മറ്റു പല നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി സ്റ്റേജിൽ വരുന്ന സമയത്ത് ശശി തരൂർ വളരെ പുറകിലേക്കാണ് പോകുന്നത്. പുറകിലേക്ക് പോകുന്ന വെച്ചാൽ കോൺഗ്രസ്സിൽ ഇങ്ങനെ ഇടിച്ച് കയറുന്ന ആളാണ്. ഇടിച്ചിടിച്ചിടിച്ച് തരൂരിന് പുറകിലേക്ക് കൊണ്ടുപോവുകയും തരൂരും അതേപോലെ രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു സംഭാഷണത്തിൻ്റെ സാധ്യത പോലും ഇല്ലാതാക്കുന്നുണ്ട്. നേരിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, അയാളെ കാണരുത് എന്നുള്ളതാണ്. തരൂരിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ സാഹിത്യ ലോകത്ത് തന്നെയുള്ള M. ലീലാവതിക്കാണ് കിട്ടിയത്. അതെ, അത് അങ്ങനെയാണല്ലോ തീരുമാനിച്ചിരുന്നത്. ഇനി മാത്രമല്ല, ലീലാവതി ടീച്ചറുടെ അടുത്ത് പോകുന്ന സമയത്ത് തരൂരിനെ കൊണ്ടുപോകുന്നതായിരുന്നല്ലോ ഏറ്റവും നല്ലത് അല്ലേ? അതൊരു നമ്മൾ എഴുത്തും അക്ഷരമൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ഒരാളും ലോകത്ത് തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള എഴുത്തുകാരനെന്ന് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന തരൂരിനെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല അങ്ങോട്ട്? അതൊക്കെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ തരൂരിന് ഇതുകൊണ്ടൊക്കെ മനസ്സിലായി തന്നെ സമ്പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് എന്നുള്ളത്. ഈ അവഗണന സഹിച്ച് നിൽക്കേണ്ട ഒരാളാണോ അദ്ദേഹം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറയാം അല്ലെന്നേ പറയൂ. കാരണം രാഷ്ട്രീയത്തിലെ ഇപ്പോൾ CPM-ലേക്ക് ഇങ്ങനെ പറയാറുണ്ട്, പാർട്ടിയാണോ വലുത് വ്യക്തിയാണോ വലുത് എന്ന് ചോദ്യമൊക്കെ അവരെങ്കിലും ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ വാതിൽക്കൽ എത്തി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇനി അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കാനൊന്നും സാധ്യതയില്ലല്ലോ. അപ്പോൾ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് ശരിക്കാണെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടി ഒരു സീറ്റ് കൊടുക്കുകയല്ലേ വേണ്ടത്? സാധ്യത ഇനി അദ്ദേഹത്തിന് അല്ല, വീണ്ടും അദ്ദേഹം ഇനി അപമാനം നേരിടേണ്ടി വരുമോ? കാരണം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നൊക്കെ വെട്ടിമാറ്റുക അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥയിലേക്കും ഒക്കെ പോകാൻ സാധ്യതയില്ലേ? അല്ല, അതിന്റെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ലല്ലോ. ഇല്ല. ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് അവർ തയ്യാറാവില്ലായിരിക്കും. കാരണം ശശി തരൂർ എന്ന് പറഞ്ഞാൽ അതൊരു വെറും ബലൂണാണ്, ഒരു സൂചിക്കൊന്ന് കുത്തിയാൽ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പൊ അങ്ങനെ പതുക്കെ ഒരു സൂചിക്ക് പതുക്കെ അല്ല, അവർക്ക് അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് അവർ അത്ര വില കൊടുത്തിട്ടുണ്ട്. വേറെ നെഹ്റു കുടുംബവുമായി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറാൻ അറിയുന്നത്. പക്ഷേ ഇദ്ദേഹത്തോട് ഒരു നിശ്ചിത അകലം
സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അല്ല, ഇതിന് പല കാരണം. അടിയന്തരാവസ്ഥ അത് ശക്തമായിട്ട് തരൂർ എതിർത്തൊരു സാധനം, അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. അല്ലേ? അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഈ നെഹ്റു കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കാണുന്ന അവരെ എല്ലാവരും അടിയന്തരാവസ്ഥയും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ എഴുതിയിട്ടുള്ള ഫ്രം മിഡ് നൈറ്റ് ടു മില്ലന്യം എന്ന് പറഞ്ഞ പുസ്തകത്തില് ഈ ടൂറിലെ ശവക്കച്ചിയാണ് സോണിയാഗാന്ധി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അല്ല, ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തെമ്മാടിയായ മോൻ സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ പറ്റിയും നല്ല പരാമർശങ്ങളല്ല. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് മുകളിലേക്കുള്ള തലമുറയിലെ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിയൊന്നും അത്ര നല്ല അഭിപ്രായമല്ല ആ പുസ്തകത്തിലുള്ള. ആ പുസ്തകത്തിലുള്ള ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പല ആളുകളും സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, രാഹുൽ ഗാന്ധിക്കും ഒക്കെ. ഇതാണ് കേട്ടോ തരൂർ സാറിന്റെ അഭിപ്രായം നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഈ ചെവി നുള്ളുന്നവര് വളരെ കൂടുതൽ. അല്ല, അത് മാത്രമല്ല, അതങ്ങനെ എളുപ്പത്തിൽ മാഞ്ഞു പോകുന്നതല്ല. അല്ല, ഇതിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം ഞാൻ പറയാം. ഇപ്പൊ ഈ കോൺഗ്രസിനോട് അദ്ദേഹം അടുക്കുന്നതിന് മുമ്പോ ഉള്ളൊരു കാലമുണ്ടല്ലോ, ഡിപ്ലോമാറ്റായ കാലത്ത്, ക്രിയേറ്റീവ് റൈറ്റർ ആയിരുന്ന കാലത്താണ് ഈ കോൺഗ്രസ് വിരുദ്ധ രചനകളൊക്കെ വന്നത്. ശശി തരൂർ ഇനി പൊളിറ്റിക്സിൽ നിന്ന് സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ കുറിച്ച് ഭീകരമായി ഇനി പലതും അദ്ദേഹം എഴുതിയേക്കും. ഒപ്പം അദ്ദേഹത്തിന്റെ കാലത്തെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കറന്റ് പൊളിറ്റിക്സിനോട്, പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള രചനകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ ഭരണകൂടത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള കൂടുതൽ നല്ല രചനകളും വന്നേക്കും. അതിനും സാധ്യതയുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ തോന്നുന്നത് നല്ല സമയമാണ്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം ചെയ്യാനിടയുള്ള ഒരു സാധ്യത, ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാനുള്ളൊരു സാധ്യത, തൻ്റെ ലോക്സഭാ ടേം ജനങ്ങൾ ജയിപ്പിച്ചതാണല്ലോ, ആ ടേം തീരുന്നത് വരെ ലോക്സഭയിൽ നിന്ന് ആരും നിയമസഭയിലേക്ക് വരേണ്ട എന്നൊരു തീരുമാനം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ഒരു ടീം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാനും ലോക്സഭയിലെ ടേം തീരുന്നവരെ മാറി നിൽക്കാനുമാണ് സാധ്യത. നിയമസഭയിലേക്ക് ഞാനില്ല എന്ന് പ്രഖ്യാപിക്കും. വെറും MLA ആയി ഒതുങ്ങാനും, സാറ് പറഞ്ഞ പോലെ അപമാനിക്കപ്പെടാനും അദ്ദേഹത്തിന് ഇനി നിന്ന് കൊടുക്കാൻ സാധ്യത കുറവാണ്. ഒരു അനുഭവം, ഒരു മാളത്തിൽ നിന്ന് പലതവണ പാമ്പ് കടിക്കുന്നത് ആർക്കായാലും ബുദ്ധിയുള്ളൊരു മനസ്സിൽ സഹിക്കും. അപ്പോ ഈ നിങ്ങൾ പറഞ്ഞിരുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.